ഹലോ, നമ്മൾ ഇന്ന് മുട്ട വെച്ചതാ ഈ കാണുന്ന റെസിപ്പിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ ഫോൺ ചരിച്ച് പിടിക്കാൻ മറന്നുപോയി. അതുകൊണ്ടാണ് വീഡിയോയിൽ ഇങ്ങനെ പകുതിയായിട്ട് കാണുന്നത്. അപ്പോൾ അതൊന്നും എല്ലാവരും ക്ഷമിക്കുക. ആദ്യം തന്നെ നമ്മൾ പാത്രം വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ആഡ് ചെയ്ത് അതിനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. കുറച്ച് ഉപ്പ് കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ അതിലേക്ക് അതിൻ്റെ കളറൊന്ന് മാറി തുടങ്ങുമ്പം ചതച്ച് വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇതൊന്നൊരു ഗോൾഡൻ ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. മസാലപ്പൊടി എന്ന് പറയുമ്പോൾ വലുതായിട്ടൊന്നുമില്ല, വീട്ടിലുള്ള സാധാ മസാലയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആഡ് ചെയ്തിട്ട് നമ്മൾ അതിനെ ഒന്ന് നന്നായി മിക്സ് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പൊടികൾ ആഡ് ചെയ്യുമ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. അപ്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് അതിനൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഫ്ലേവറിന് ആവശ്യമായ ഗരം മസാല ആഡ് ചെയ്ത് ആ ഉള്ളിനെ നമ്മൾ ഒന്നും കൂടി ഒന്ന് മൊരിയിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം നമ്മൾ അപ്പുറത്തൊരു പാത്രം വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പപ്പടം കാച്ചി എടുക്കുന്നുണ്ട്. പപ്പടം നമ്മൾ ചെറുതായി അരിഞ്ഞിട്ടാണ് അതിനെ ഒന്ന് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഈ ഉള്ളി റെഡിയായി കഴിഞ്ഞിട്ടാകുമ്പം ഈ വറുത്ത് വെച്ച പപ്പടം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് ഒന്ന് ഇതിനെ മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്യുക. ഇത് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ളയാണ് ആഡ് ചെയ്യുന്നത്. ശ്രദ്ധിക്കണം, മഞ്ഞ നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ മുട്ടയുടെ വെള്ള നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് ഇനി എല്ലാം കൂടി ഒന്ന് നമ്മൾ ഇളക്കി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടൈം നിങ്ങൾക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യാം. അതേ കണക്കിന് വല്ല മസാലപ്പൊടികൾ നിങ്ങൾക്ക് ഇനി ആഡപ്പ് ചെയ്യണമെങ്കിൽ അതും ആഡ് ചെയ്യാം. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ അളവിനുള്ള മസാലയാണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് കൂട്ടാവുന്നതും കുറക്കാവുന്നതുമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിനിടയ്ക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിമ്പിളാണ് റെസിപ്പി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എങ്ങനെയുണ്ടെന്ന് പറയാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും ഒരു കുക്കിംഗ് വ്ലോഗ് തന്നെയായിരിക്കും. അപ്പോൾ അത് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.